കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? ചായ കുടിയൊക്കെ കഴിഞ്ഞോ? പിന്നെ എന്തുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും ഇപ്പോൾ ജോലി തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? ഞാനും ജോലി തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിലും എല്ലാവരുമായിട്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കിടാൻ ഞാൻ വന്നിരിക്കുകയാണ്. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരും എന്ത് പറയുന്നു? ഇന്ന് നമുക്ക് ഈ മഴയൊക്കെ കാരണം നമുക്ക് പുതച്ചുകൊണ്ട് കിടക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. ജോലിക്ക് പോയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മൾ മടിഞ്ഞാണെങ്കിലും ജോലിക്കൊക്കെ വരും. പക്ഷെ ഭയങ്കര തണുപ്പാണ്. പിന്നെ ഈ കാലാവസ്ഥയിൽ തണുപ്പ് കാരണം ഒരുപാട് മക്കളൊക്കെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളിപ്പോൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ മുറിയിലോട്ട് ചെന്ന് ഒരു അലമാരി തുറക്കുമ്പോൾ നമ്മൾ കുറേ ഡ്രസ്സുകൾ കാണും അല്ലേ? കുറേ ഡ്രസ്സുകൾ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇതിലേത് ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക് അല്ലേ? അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടതാണല്ലോ, ഇത് ഇന്നലെ ഇട്ടതാണല്ലോ, ഇന്നിട്ടാൽ അതെല്ലാവരും കാണുമെന്നല്ലോ, അപ്പോൾ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ അലമാരി തുറക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക, നമുക്കൊരുപാട് ഡ്രസ്സുകളുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെക്കാളും ഇല്ലാത്തവർ, ഡ്രസ്സുകളില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, പിന്നെ അപ്പച്ചനും അമ്മച്ചും ഇല്ലാത്തവർ, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കണവർ ഒരുപാടുണ്ട്. നമുക്ക് അവരുടെ ഇടയിലേക്ക് ഒരു നിമിഷം നമുക്ക് ഇറങ്ങിച്ചെല്ലാം അല്ലേ? അതുകൊണ്ട് നമ്മൾ നമ്മൾ ഉടുക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഒരെണ്ണം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക, ഉള്ള സാമ്പത്തികത്തിൽ നിന്നും കുറച്ച് സമ്പാദ്യം അവർക്ക് നൽകുക, ഉള്ള ഭക്ഷണത്തിൽ നിന്നും കുറച്ച് അവരിലോട്ട് കൊടുക്കുക. അതാണ് നമ്മളുടെയൊക്കെ നല്ല മനസ്സ് അല്ലേ? അങ്ങനെ ഒരാൾക്ക് നമ്മളൊരിത്തിരി ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്കുണ്ടായ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത്ര അവരുടെ മുഖത്ത് നിറഞ്ഞു വരുന്നൊരു സന്തോഷം, അത് കാണുമ്പോൾ നമ്മൾക്ക് തന്നെ വളരെയേറെ സന്തോഷം തോന്നും. പിന്നെ ഒരപ്പച്ചന് ഇപ്പം അപ്പച്ചന്മാരെയൊക്കെ ഉപേക്ഷിക്കണം ഒരുപാട് മക്കളുണ്ട്. ഇപ്പോൾ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ മക്കളെ പോറ്റി വളർത്തുമ്പോൾ അവർ വളർന്നു വലുതാകുമ്പോൾ അവർക്കൊക്കെ ഒരു ബാധ്യതയാണ് അപ്പച്ചനും അമ്മച്ചിയൊക്കെ അല്ലേ? അപ്പോൾ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയൊക്കെ മനസ്സിൽ മുറ്റി നിൽക്കുന്ന ദുഃഖങ്ങളുണ്ടാവും. അത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ ആ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മളുടെ അടുത്ത് വരാൻ അവർ ആ സങ്കടങ്ങൾ പറയാൻ വരുമ്പോൾ നമ്മൾ അവരിൽ ഒരാളാവുക. അവരുടെ സങ്കടത്തിലോട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. അവർ സങ്കടങ്ങൾ പറയുമ്പോൾ അവരുടെ തോളത്തൊരു തട്ടി അവളെ ആശ്വസിപ്പിക്കുക. പോട്ടെ, എല്ലാം ദൈവം കാണുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിക്കും ഒരു സന്തോഷം, കേൾക്കുന്ന നമുക്കൊരു സന്തോഷം. അത് നമ്മളോട്ട് അവർ പങ്കുവെക്കുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവരായിട്ട് ചെന്ന് പറയാണ്ട് നമ്മളത് ഹൃദയത്തിൽ അവർ പറയുന്ന സങ്കടങ്ങളും വേദനകളും എല്ലാം ദൈവത്തോട് അർപ്പിക്കുക. ദൈവമേ, ഇന്ന് അപ്പച്ചനും അമ്മച്ചിയും പറയുന്ന ദുഃഖങ്ങളെല്ലാം മനസ്സിൽ നിന്നകറ്റി അവർക്ക് സന്തോഷം കൊടുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇപ്പം ഈ ലോകമോഹ സുഖങ്ങളിൽ അനുഭവിക്കുകയാണ് ആൾക്കാർ. ദൈവത്തെപ്പോലും മറന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരും എല്ലാവരും, ഞാനടക്കം എല്ലാവരും അങ്ങനെ ജീവിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു പാർട്ടി വന്നാൽ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും, അവരായിട്ട് എൻജോയ് ചെയ്യും, ഒരു ഹായ് ആൻഡ് ബൈ പറയും. കുറച്ച് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അവിടെ പിരിഞ്ഞ്. പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രശ്നം വന്നാൽ അവർ നമ്മളോട് വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അവർ മിണ്ടില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്നാലും അവൾ എന്നോട് മിണ്ടിയില്ലല്ലോ, അവൻ എന്നോട് മിണ്ടിയില്ലല്ലോ എന്നെഴുതി ചിലപ്പോൾ നമുക്ക് ഉറക്കം വരെ നഷ്ടപ്പെടാം. ചിലപ്പോൾ അതുവഴി നമ്മൾ ആത്മഹത്യ പോലും ചെയ്യാൻ തയ്യാറാകും. എന്താണെന്ന് വെച്ചാൽ അവരെ നമ്മൾ അത്രയേറെ ചങ്കോട് ചേർത്തായിരിക്കും സ്നേഹിക്കുന്നത്. ചിലപ്പോൾ അവരോട് ഒരു വാക്ക് മതി, നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ നമുക്ക് ഉറക്കമുണ്ടല്ലോ, എന്നാലും എന്നോട് ഇങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ ഇത്രയൊക്കെ അവളെ സ്നേഹിച്ചിട്ടും ഇങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിനോട് ചേരുക, ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് പോവുക. ഒരു നിമിഷം നമ്മൾ ഓർക്കണം, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പറയണം, ദൈവമേ, എനിക്കൊരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോഴും ഞാൻ ദൈവത്തിലോട്ട് അടുക്കും. അല്ലാണ്ട് നമ്മൾക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യരിലോട്ട് അടുത്തുകൊണ്ട് അതൊന്നും ഒരു പൂർണ്ണതയിലെത്തുന്നില്ല.
അതുകൊണ്ട് നമ്മൾ ദൈവത്തിലോട്ട് അടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ അടുത്തോട്ട് ചേർന്ന് നിൽക്കുക. നമ്മൾ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ മാറോട് ചേർത്ത് അണക്കുമ്പോൾ നമ്മളിൽ ഹൃദയത്തിലുണ്ടാകുന്നൊരു സന്തോഷം നമുക്ക് വിവരിക്കാൻ ആർക്കും പറ്റില്ല. അത്രയേറെ സന്തോഷമായിരിക്കും. ഈ ലോകത്തൊന്നും കിട്ടാത്ത സന്തോഷത്തേക്കാൾ ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും ദൈവത്തിൻ്റെ ഒരു ആ ചേർത്ത് നിർത്തിയുള്ള പിടിക്കൽ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷം അനുഭവിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ദുഃഖങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത ഒരു മക്കളും ഈ ലോകത്തിലില്ല. അപ്പോൾ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം വരുമ്പോൾ നമുക്ക് ദൈവത്തിനോട് തിരിഞ്ഞ് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല. ദൈവമാണ് നമ്മുടെ ആശ്രയം. അല്ലാണ്ട് ഈ ലോകമോഹദ്രവ്യങ്ങളിലൊക്കെ നമ്മൾ അഡിക്റ്റായി കഴിഞ്ഞാൽ അവസാനം നമ്മളൊന്ന് കിടപ്പാകുമ്പോൾ, അവസാനം നമ്മളൊരു രോഗിയാകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ മകനെ മകളെ നിനക്കൊന്നുമില്ല, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, നീ എൻ്റെ മകളല്ലേ, നീ എൻ്റെ മകനല്ലേ എന്ന് ആശ്വസിക്കുന്ന ഒരേ ഒരു പൊന്നു തമ്പുരാൻ മാത്രം നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിനോട് ചേർന്ന് നമുക്ക് ഒരു ഗാനം ആലപിക്കാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലാണ് നമുക്ക് മതി വരുന്നത്? നന്ദി ചൊല്ലി തീരുവാൻ ഈ ജീവിതം മുഴുവൻ നമുക്ക് ജീവിച്ചാലും തീരാത്ത നന്ദി ചൊല്ലിയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ എളിയ വീഡിയോയിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,